മോക്ക് ഏത് കളറാ ചേരുന്നേന്ന് മോക്ക് നന്നായിട്ട് അറിയാലോ. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ഇത്ര നാൾ ഞാനല്ലേ എല്ലാവർക്കും ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുത്തത്. അത് കൊള്ളില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ മോൾക്ക് അതിനൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. അത് ശരിയാ. അവിടെ നമ്മൾ ഔട്ട്. എന്തായാലും എനിക്ക് വേണ്ട ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തോളാം. ആയിക്കോ, പക്ഷേ ഞങ്ങൾക്കൊക്കെ മോള് തന്നെ സെലക്ട് ചെയ്താൽ മതി. അനാമിക മോൾക്കുള്ളത് എടുക്കുമോളെ. അറിഞ്ഞെടുത്തേ. ഇത് കൊള്ളാലോ, നല്ല കളർ. ഇത് കൊള്ളാല്ലേ? ഇത് അനാമികക്ക് നല്ല മാച്ചായിരിക്കും. അതോ? അതത്ര പോരല്ലോ കേട്ടതേ. എനിക്കും അതത്ര ഇഷ്ടപ്പെട്ടില്ല. അതിങ്ങടുത്തേ. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇത് നല്ല കളറാ. നിങ്ങളുടെ ഒന്നും ഇഷ്ടം ആരും ചോദിച്ചില്ല. മോക്ക് ഇഷ്ടപ്പെട്ടല്ലോ. അതിപ്പോ അമ്മ കൊള്ളത്തില്ലെന്ന് പറയുമ്പോ അതൊന്നും മോള് നോക്കണ്ട. മോക്ക് ഇഷ്ടപ്പെട്ടോ? ഇതെന്തായാലും അനാമികക്ക് നന്നായിട്ട് ചെയ്തു. എന്നാ പിന്നെ ഇതെടുത്തു. ആൾക്കാരുടെ മനസ്സിനിണങ്ങുന്ന വസ്ത്രം എടുക്കാൻ മോക്കൊരു പ്രത്യേക കഴിവാ. അതുകൊണ്ട് ഇങ്ങോട്ട് പുറപ്പെടുമ്പോ മുത്തശ്ശൻ പ്രത്യേകം പറഞ്ഞതാ മോളെ കൊണ്ട് എല്ലാം സെലക്ട് ചെയ്യിച്ചാ മതിയെന്ന്. അക്കാര്യത്തിലെ ഇവളെ കടത്തിവിട്ടാൻ ആരുമില്ല. ആ ഞാൻ പറഞ്ഞില്ലേ, കുടുംബത്തിന്റെ താക്കോൽ അവളുടെ കയ്യിലോട്ട് പോവാന്ന്. ദേ, പൈസയൊന്നും ആരും നോക്കണ്ട. വില കൂടിയ ഡ്രസ്സ് തന്നെ രണ്ടാളും എടുത്താൽ മതി. ഇത് കഴിഞ്ഞ് ആണുങ്ങൾക്കും ഡ്രസ്സ് സെലക്ട് ചെയ്യണം. ഇന്ന് പാചകം ചെയ്യുന്ന അവർക്ക് നമ്മൾ എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ? മൊബൈൽ ഓഫാ. ഓണായ കാണാം 10-20 മിസ് കോൾ കിടക്കുന്നത്. അങ്ങനെ ഇപ്പൊ എന്നെ വെല്ലുവിളിച്ചു. ഇവിടെ നിൽക്കണം. ആരെയും വിളിക്കുന്നേ? എന്തായിട്ടൊരു പതർച്ച? എടാ, നിന്നോട് മാത്രമായിട്ട് ഞാനൊരു കാര്യം പറയാം. സത്യം പറഞ്ഞ നൈനയുടെ നിർദ്ദേശങ്ങൾ ഫോണിൽ കേട്ടോണ്ട് ഞാൻ പാചകം തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് അത്രയൊക്കെ ചെയ്യാൻ പറ്റിയത്. എന്നാൽ ഇടയ്ക്ക് ഞങ്ങളൊന്ന് പിണങ്ങി. ഇപ്പോഴാണെങ്കിൽ അവളെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. അത് ശരി. അപ്പോ മുത്തശ്ശന് മുന്നിൽ വെച്ച് കള്ളത്തിന് ചെയ്യായിരുന്നല്ലേ? എടാ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, അല്ലാതെ ആരുടെയും തല പോകുന്ന കേസൊന്നും അല്ലല്ലോ. ഏട്ടാ, എന്നാലും നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് പാചകം ചെയ്യാന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് പിന്നെ ഏടത്തൊരു സഹായം തേടിയത് ഒട്ടും ശരിയായില്ല. എടാ, അവളിപ്പോ ഫോൺ എടുക്കുന്നില്ല. ഓഹോ, അപ്പൊ അടുക്കള നിൽക്കുമ്പോ ഏട്ടത്തി കമന്ററി പറയായിരുന്നല്ലേ? എന്നിട്ടാണ് വലിയ പാചകക്കാരനെ പോലെ ഓരോന്ന് ചെയ്തത്. എന്തായാലും പകുതി ആയിരിക്കല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ അമ്മയെ വിളിച്ചിട്ട് ഏടത്തിയുടെ ഫോൺ കൊടുക്കാൻ പറയാം. അതെ, അത് കൂടുതൽ കുഴപ്പമാവും. അവള് സത്യ ഇളയമയോട് പറഞ്ഞാലോ? മുത്തശ്ശനെ നമ്മുടെ ക്യാപ്റ്റനെ നാണം കെടുത്തു. ചിലപ്പോ നാണം കെടേണ്ടി വരുമെന്നാ തോന്നുന്നത്. അയ്യോ എടാ, നേരത്തെ ഇങ്ങനെ ഒരു പ്ലാനിംഗ് ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ അവളുടെ കയ്യിൽ നിന്ന് കുറിപ്പ് പോലെ എഴുതി വാങ്ങായിരുന്നു. പിന്നെ ഏട്ടത്തിനെ തുടക്കിയത്. അത് പിന്നെ നമ്മൾ വലിയ വീരവാദം മുഴക്കി. അവളില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അതിന് ഞാനൊരു മറുപടി കൊടുത്തു. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ആദർശേട്ടന്റെ മറുപടി അല്ലേ? പിന്നെ ഏട്ടത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ? അവിടെ എല്ലാരും കാത്തു നിൽക്കുക പാചകക്കാരനെ. അപ്പോ ഇവിടെ വന്നിരുന്നല്ലോ. എല്ലാരും ബിസിനസ്സുമായിട്ട് നടക്കുന്നുണ്ട്. നമുക്കാർക്കും പാചകം അറിയില്ല. അതുകൊണ്ടല്ലേ അച്ഛനും വലിയച്ഛനൊക്കെ മാനിയായിട്ട് പറഞ്ഞത് നമുക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് വരുത്താന്ന്. അതിന് മുത്തശ്ശൻ അനുവദിക്കില്ലല്ലോ. നമുക്കറിയാവുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ മതിയെന്ന മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളത്തില്ലെങ്കിൽ പിന്നെ കൊടുത്തിട്ട് എന്താ പ്രയോജനം? അതിന്റെ കൂടെ കളിയാക്കലും കേൾക്കണം. ഇന്നാണെങ്കിൽ എല്ലാരും വേറൊരു മൂടില്ല. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അടിച്ചു പൊളിച്ച് നിൽക്കുക. അവിടെ നമ്മൾ തോക്കാൻ പാടില്ല. അതെ, പിന്നെയാണ് കേട്ടാ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പാചക വീഡിയോസ് ഉണ്ട്. അതുമൊക്കെ ചെയ്താലോ? അതൊക്കെ ശരിയാവോ? മാത്രമല്ല, പകുതി പാചകം കഴിഞ്ഞു. ഇനി എന്തൊക്കെയാ ചേർക്കേണ്ടതെന്ന് നയനയ്ക്ക് അറിയൂ. പെട്ടുപോയി, അല്ലാതെ പറയാനാ. എടാ, നീ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞാടാ. ഐഡിയ പറഞ്ഞ ആളെ എന്തിനാ ഇങ്ങനെ പിണക്കിയത്? ഇനിയിപ്പോ അങ്ങോട്ട് വരാൻ നോക്ക്. അച്ഛാ, ആ തോരൻ കരിയുന്നു. അവൻ വരുന്നവരെ ഇളക്കാനല്ലേ പറഞ്ഞത്. നീ ഇത് എവിടെ പോയി അത് നോക്കി. അയ്യോ, ഈ മുത്തശ്ശന്റെ ഒരു കാര്യം. എടാ, ഒന്നും ആയിട്ടില്ല ഇതുവരെ. നീ ആവശ്യത്തോടെ തുടങ്ങിയതല്ലേ? തീയൽ വരെ തിരക്കില്ലാതെ വെച്ചതാ. പിന്നെ എന്താ നിനക്ക് പറ്റിയത്? അത് മുത്തശ്ശ, നമുക്ക് തീയൽ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്താലോ? എന്തുവാടാ ഇവൻ ഈ പറയുന്നത്? എനിക്കും അറിയത്തില്ല. നിനക്ക് വേറൊന്നും ഉണ്ടാക്കാൻ അറിയില്ലേ? ഏട്ടൻ എടുത്താ പൊങ്ങാത്ത ഭാരല്ലേ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത്. അതാ സത്യം. അത് പറയാനാണ് അനിയനും ഏട്ടനും പുറത്തേക്ക് പോയത്. നമുക്ക് ബാക്കിയൊക്കെ ഹോട്ടലിൽ നിന്ന് വാങ്ങിയാലോ? എന്നെ നാണം കെടുത്താൻ നോക്കുകയാണോ നീ? മുത്തശ്ശ, ഇനി ഞാൻ കാര്യം പറയാം. പിന്നെ ഈ ഇയർബഡ്സ് വഴി നയനടുത്ത് പറയുന്നത് കേട്ടിട്ടാ ആദർശേട്ടൻ പാചകം ചെയ്തോണ്ടിരുന്നേ. അതിന്റെ ഇടയ്ക്ക് രണ്ടാളും തമ്മിൽ ഉടക്കി. ഇപ്പോ നയനടുത്ത് മൊബൈൽ ഓഫാക്കി വെച്ചിരിക്കുക. എന്നു മുതലാടാ നീ ഇങ്ങനെ കള്ളം പറയാനും കള്ളം ചെയ്യാനും ഒക്കെ തുടങ്ങിയത്? മുത്തശ്ശ, ഇനിയിപ്പോ എന്താ ഒരു പരിഹാരം എന്ന് പറ. പരിഹാരം എന്താന്ന് വെച്ചാൽ സ്വയം കണ്ടെത്തിക്കോണം.
അവർ പർച്ചേസ് കഴിഞ്ഞ് വരുമ്പോ അവരുടെ മുന്നിൽ ഫുഡ് ഉണ്ടാവണം. ആദ്യം ഇച്ചിരി മോശമായാലും കുഴപ്പമില്ല, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്നാ പിന്നെ നമുക്ക് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം അല്ലേ? എടാ, നിനക്കിപ്പോ എല്ലാ കാര്യത്തിലും നിന്റെ ഭാര്യ ആശ്രയിക്കേണ്ട ഗതികേടാ. കമ്പനിക്ക് നല്ലൊരു ഡിസൈൻ വേണമെങ്കിൽ നയനമോൾ ശ്രമിക്കണം. ശമ്പളം കൊടുത്ത് കുറയണത്തിന് വെച്ചിട്ടുണ്ട്. അവർക്കൊന്നും ഒരു കഴിവില്ല. ഇങ്ങനെ ഭാര്യയെ മാത്രം ആശ്രയിച്ച് ജീവിച്ച നിന്റെ കാര്യം പോക്കടാ. അതുകൊണ്ട് നീ ഇവിടെയെങ്കിലും ഒന്ന് ജയിക്കാൻ നോക്ക്. അത് പെട്ടെന്ന് എടുത്തോളൂടാ. അതിനെന്തിനാ എന്നോട് ചൂടാവുന്നേ? അംഗീകരിച്ചിട്ടുണ്ട്. അതിനെങ്കിലും മോടെ അമ്മായിയമ്മ അപ്പച്ചിയൊക്കെ അംഗീകരിക്കുവോ? അമ്മ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാ വാങ്ങുന്നത്. അക്കാര്യത്തിൽ ഞാൻ ജലജയുടെ കൂടെ അമ്മേ. അവരവർക്ക് ഇഷ്ടപ്പെട്ടതല്ലേ വാങ്ങേണ്ടത്. ഇവിടെ നമ്മുടെ വീട്ടിൽ വരുന്നതിന് മുമ്പ് എന്തെല്ലാം ഡിസൈനുകൾ വന്നിരിക്കുന്നു, ഏതെല്ലാം ഫാഷനിലുള്ളത്. സ്വർണ്ണക്കടയിൽ പോകുമ്പോ അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങിക്കൂടെ? ജുവലറിന്ന് എന്ത് വാങ്ങിയാലും അതിനുള്ള പണം നമ്മുടെ ട്രസ്റ്റിന്നല്ലേ പോകുന്നേ. അപ്പൊ പിന്നെ പണത്തിന്റെ കാര്യത്തിലും ആരും വിഷമിക്കേണ്ട കാര്യമില്ല. എന്തിനു മുത്തശ്ശി ഇങ്ങനെ നിർബന്ധിക്കുന്നേ? ഓരോരുത്തർക്കും അവരുടേതായ ടേസ്റ്റ് ഉണ്ട്. അതിനനുസരിച്ചുള്ള ആഭരണങ്ങൾ വാങ്ങിക്കുന്നല്ലേ നല്ലത്. എന്നാലും അസൂയ കൊണ്ട് നല്ല ഡിസൈനുകൾ വേണ്ടാന്ന് പറയുന്നത് ശരിയാണോ? ആർക്കടി അസൂയ? ദേ, അനന്തപുരി തറവാട്ടിലെ അംഗങ്ങളാ നമ്മളെല്ലാവരും. വീട്ടിനകത്തെ വഴക്ക് ഇവിടെ കാണിക്കണ്ട. അച്ചടക്കമുള്ള വീടാണെന്നൊരു പേരുണ്ട്. അതിന് നിങ്ങളായിട്ട് തിരുത്താൻ നിൽക്കണ്ട. 2 മരുമക്കൾ വന്ന ശേഷം അത്തരം മാറ്റങ്ങളൊക്കെ വീട്ടിലുണ്ടായത്. അതിനു മുമ്പും വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിന്നെ പോലെ ഒരുത്തി വീട്ടിലുണ്ടെങ്കിൽ പിന്നെ അതിന് കുറവൊന്നും ഉണ്ടാവില്ലല്ലോ. വഴക്കിടാതെ എല്ലാരും വരാൻ നോക്ക്. എല്ലാ കുടുംബത്തിലും ഇതുപോലൊരു മുത്തശ്ശനും മുത്തശ്ശി ഉണ്ടായിരുന്നെങ്കിൽ ഒട്ടുമിക്ക ദാമ്പത്യവും നന്നായി പോയനെ. ഇതേ അച്ഛനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. നോക്കട്ടെ. സംശയിക്കണ്ട, കൊളവായി. വായിൽ വെക്കാൻ കൊള്ളത്തില്ല. എടാ, അവരവരെ കൊണ്ട് അറിയാവുന്ന പണി ചെയ്യണം കേട്ടോ. അതിപ്പോ നമ്മൾ ഉണ്ടാക്കിയെങ്കിൽ ഇതിലും നന്നായിന്. എന്നാ പിന്നെ ഓൺലൈനിൽ നോക്കി ചെയ്താൽ പോരായിരുന്നോ? ഇനിയിപ്പോ എന്ത് ചോദിച്ചാ? എന്ത് ചെയ്യുന്നു? അവരുടെ ഉച്ചയ്ക്ക് പട്ടിണി കിടക്കാൻ പറയാം. അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് നമുക്കും കഴിക്കാം. ഒരു കാര്യം ഉറപ്പായി, ഈ വീട്ടിലെ പെണ്ണുങ്ങളില്ലെങ്കിൽ, പ്രത്യേകിച്ച് നയനമോളില്ലെങ്കിൽ ഈ വീട് ചലിക്കില്ലാന്ന്. ഓഫ്, ഇതിപ്പോ എല്ലാരും നാണം കെടുവല്ലോ വെച്ചാ. ഞാനെല്ലാം ചെയ്യാന്ന് പറഞ്ഞുകൂടല്ലേ എല്ലാരും ആശ്വാസത്തോടെ നിന്നത്. നയന എനിക്ക് പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? എടാ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേനെ. ഇതിപ്പോ സമയം ഇത്രയൊക്കെ ആയിപ്പോയില്ലേ? ഇനിയിപ്പോ സലാഡ് ഉണ്ടാക്കാം. പിന്നെ ചമ്മന്തി പൊടിയും അച്ചാറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടി കഴിക്കട്ടെ. എന്തൊരു നാണക്കേടാ. അവർക്കൊക്കെ കുറെ ദിവസത്തേക്ക് ചിരിക്കാൻ ഒരു കാരണമായി. അല്ല, നമ്മുടെ ഏറ്റവും ചെറിയ ബ്രാഞ്ചിലേക്കാണല്ലോ വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാ കളക്ഷനും ഉണ്ട്. തിരക്ക് കുറഞ്ഞിടത്തേക്ക് വന്നാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്നാമത് ചിങ്ങമാസോ, കല്യാണങ്ങളൊക്കെ ഒരുപാട് നടക്കുന്ന സമയം. ഈ സമയത്ത് തിരക്കുള്ളിടത്തേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നീ എപ്പോഴും കൊച്ചാക്കുന്ന നയനമോള് മൂർത്തീസ് ജ്വല്ലറിയുടെ പരസ്യപ്പോ അതുപോലുള്ള പേരെ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അതും ഈ വർഷത്തെ സെയിൽസിൽ കാണുന്നുണ്ട്. അത് ശരിയാ. ജേട്ടൻ പറഞ്ഞത് കഴിഞ്ഞ വർഷത്തേക്കാൾ 50% സെയിൽസ് കൂടിയിട്ടുണ്ടെന്ന്. 50% എന്ന് പറയുമ്പോ ലാഭം എത്ര വരും? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിന്റെ 1% സ്നേഹമെങ്കിലും നീ നിന്റെ മരുമക്ക് കൊടുക്കുന്നുണ്ടോ? അമ്മ തന്നെയല്ലേ പറഞ്ഞത് വീട്ടിലുള്ള സംസാരം പുറത്തു വേണ്ടെന്ന്. പിന്നെ പെട്ടെന്ന് പർച്ചേസ് കഴിഞ്ഞ് പോവാൻ നോക്കാം. നമസ്കാരം അമ്മേ. ആ, നമസ്കാരം. മൂർത്തി സാർ രാവിലെ വിളിച്ചു പറഞ്ഞില്ലായിരുന്നോ ഞങ്ങൾ വരുന്ന കാര്യം? വിളിച്ചിരുന്നു, എല്ലാം റെഡിയാണ്. ഈ സമയത്ത് തിരക്ക് പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട്. ആ, അതെന്തിനാ അങ്ങനെ? ഞങ്ങൾ വന്നെന്ന് കരുതി കസ്റ്റമേഴ്സിനെ നിയന്ത്രിക്കേണ്ട കാര്യമില്ല. അല്ല, അത് പിന്നെ ആ, അതൊന്നും വേണ്ട കേട്ടോ. വരുമേ, അങ്ങോട്ടിരിക്കാം. ആ, പുതിയ പുതിയ ഫാഷനിലുള്ള മാലകള് പഴയതൊക്കെ ഒന്ന് മാറ്റി വാങ്ങായിരുന്നു. അങ്ങനെ മാറ്റി വാങ്ങാനുള്ള ഒരുപാടുണ്ടല്ലോ. ഞങ്ങളുടെ അച്ഛന്റെ കഴിവിനൊത്ത് ഞങ്ങൾക്ക് സ്വർണം തന്നിട്ടുണ്ട്. ദേ, മാറ്റി വാങ്ങാനൊന്നും നിൽക്കണ്ട. ഇഷ്ടമുള്ളതൊക്കെ എടുത്തോ. അതെ, അനാവശ്യമായിട്ട് പൈസ കളയിക്കല്ലേ. ആ, എന്നാലും മുത്തശ്ശി എന്തേലും നിർബന്ധിച്ചെടുത്തെന്ന കുഴപ്പമില്ലല്ലോ. അതും വേണ്ടെന്ന് വെക്കുന്നേ നല്ലത്.
മാല ഇങ്ങോട്ടൊന്ന് എടുത്തേ നോക്കട്ടെ. അവളോട് എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞാ അവൾ ഈ ജ്വല്ലറി മൊത്തത്തിൽ വാങ്ങിച്ചോണ്ട് പോകും. മാഡം അഭിനന്ദിക്കാതെ ഇരിക്കാൻ പറ്റില്ല. ഇപ്പോ കസ്റ്റമേഴ്സ് എല്ലാം നയന മാഡത്തിന്റെ കളക്ഷൻസ് ഉണ്ടോന്ന് ചോദിച്ചാ വരാറ്. അങ്ങനെ ചോദിച്ചു തുടങ്ങിയോ? എന്ന് വെച്ചാ എല്ലാ മീഡിയയിലും മേഡത്തെ കുറിച്ചുള്ള ന്യൂസ് വന്നല്ലോ. നയനാസ് കളക്ഷൻസ് ഒരു പേര് വെച്ചാ നന്നായിരിക്കും. ദേവയാനീസ് കളക്ഷൻസ് എന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും ഒരു ബോർഡ് വെക്കാൻ ഇതുവരെ ആർക്കും തോന്നിയിട്ടില്ലല്ലോ. ദേ, ഈ മാല നന്നായിട്ടുണ്ട്. അത് നയന മാഡം ഡിസൈൻ ചെയ്ത പുതിയ മാലയാ. ഇവിടെ കൂടുതലും ഉള്ളത് നയന മാഡം ഡിസൈൻ ചെയ്ത നെക്ലസുകളാ. ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കോ ദേവയാനി. ഇനിയിപ്പോ വേറൊരെണ്ണം എടുത്താ അത് ഇവള് ഡിസൈൻ ചെയ്താണെന്ന് പറഞ്ഞാ ആകെ കുഴയുമല്ലോ. അതും നയന മാഡത്തിന്റെ ഡിസൈനാ. എടാ നിനക്കൊക്കെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ പറയാ കള്ളം പറയരുതെന്ന്. ഓണമാണ് വരുന്നത്. കള്ളവും ചതിയും ഇല്ലാത്ത ഒരാൾ വരുമ്പോഴാണ് എന്റെ മൂത്ത കൊച്ചുമോൻ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനും ആളാവാനും നോക്കുന്നത്. മുത്തശ്ശ ഒരു അബദ്ധം പറ്റിപ്പോയി. എടാ ഇത് അബദ്ധമല്ല, നിന്റെ അഹങ്കാരമാ. നീ എന്തിനാ നയനമോളെ വെറുതെ ചൊടിപ്പിച്ചത്? മോളുടെ മുന്നിൽ ആളാവാൻ പോയത്? ഏട്ടത്തിയുടെ കൂടെ ഒന്ന് എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് വലിയൊരു സദ്യ ഉണ്ടാക്കാന്നാ വിചാരിച്ചത്. അവരൊക്കെ വരുമ്പോ എങ്ങനെയെങ്കിലും തടി തപ്പേ പറ്റൂ. അച്ഛാ വേണ്ട, നീ ഒന്നും പറയണ്ട. അല്ല അച്ഛാ, അത് വേണ്ടാന്നേ. ഇപ്പൊ നീ പറയാൻ പോകുന്നത് എന്താന്ന് എനിക്കറിയാം. ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിക്കാന്നല്ലേ? അങ്ങനെ വേണ്ട, അവര് വന്നിട്ടുണ്ടാക്കട്ടെ. നാണക്കേട്. ഞാനാ പറഞ്ഞത് ഇന്ന് ആണുങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് പെണ്ണുങ്ങൾ കഴിച്ചാൽ മതിയെന്ന്. വസന്തയുടെ മുന്നിൽ ഇതുവരെ ഞാൻ തലതാഴ്ത്തി നിന്നിട്ടില്ല. മുത്തശ്ശ ഞാനേ ഈ കുക്കിംഗ് വീഡിയോ നോക്കി ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്താലോ? വേണ്ടടാ, പാചകത്തിന്റെ പുസ്തകം കൊടുത്തരാ. അല്ല, അടുക്കളയിൽ ഉണ്ടല്ലോ അത് നോക്കിയിട്ടല്ലേ നിന്റെ അച്ഛനും ഇളയച്ഛനും പാചകം തുടങ്ങിയത്. ആ സമയത്താ ഇവൻ വലിയ കുക്കായിട്ട് വന്ന് ഇവന്റെ ഭാഗം ക്ലിയർ ആക്കാൻ നോക്കിയത്. എന്നാ പിന്നെ ആ പാചക പുസ്തകം നോക്കി ഇളയച്ചൻ പറ്റുന്ന പോലെ അങ്ങ് ചെയ്യ്. ഏയ് അതൊന്നും ശരിയാവത്തില്ല. അവരുണ്ടാക്കുന്നതിനേക്കാൾ നല്ല ഫുഡ് കൊടുക്കാന്ന് അച്ഛൻ പറഞ്ഞത്. അതിനി നടക്കും തോന്നുന്നില്ല. ഇവൻ ചെയ്ത പോലെ അവരും കഴിച്ചിട്ട് വാഷ് ബേസിൽ തുപ്പിയാലുണ്ടല്ലോ നമ്മൾ ആണുങ്ങളുടെ മാനം പോവും. മുത്തശ്ശ ഇനിയിപ്പോ എന്താ ഒരു വഴി? അച്ഛാ നമ്മൾ രക്ഷപ്പെടുന്ന തോന്നുന്നേ. എന്തോ രക്ഷപ്പെട്ടെന്ന്? അല്ല അത് പിന്നെ അദ്ദേഹം പാചകം ചെയ്യാനൊന്നും വന്നതല്ല, അച്ഛനെ കാണാൻ വന്നാ. മിണ്ടരുത് നീ. നമസ്കാരം. എന്താണ് ഒരു മുന്നറിയിപ്പില്ലാതെ? എന്റെ മൂർത്തി സാറേ, കൊച്ചുമോന്റെ കല്യാണത്തിന്റെ അന്ന് എനിക്ക് വരാൻ പറ്റില്ല. ദേ, ഒരുമാതിരി മനുഷ്യനിങ്ങനെ അവഗണിക്കരുത്. എന്റെ മൂത്ത 2 കൊച്ചുമക്കളുടെ കല്യാണം കഴിഞ്ഞു. അന്നും താനില്ലായിരുന്നു. അന്നും കാറ്റർ ചെയ്തത് നമ്മുടെ കുട്ടികളല്ലേ? അതുകൊണ്ടായോടോ താൻ വരേണ്ടടുത്ത് താൻ തന്നെ വരണ്ടേ? ഇത്തവണ ഒരേ സമയത്ത് 4-5 റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യണം മൂർത്തി സാറേ. അതുകൊണ്ട് ഓടിയെത്താൻ പറ്റത്തില്ല. എന്തായാലും കാറ്ററിംഗിന് സാറ് വേണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങളെ ചെയ്യത്തുള്ളൂ. അതിപ്പോ താനുള്ളപ്പോ ഞാൻ മറ്റാർക്കെങ്കിലും കൊടുക്കോ? ആദർശേ, നമസ്കാരം സർ. മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് ചെങ്കോലും കിരീടവും വാങ്ങിയ ശേഷം മൂർത്തി ജ്വല്ലറി കുതിച്ചേരുകയാണല്ലോ. തരക്കേടില്ലാതെ പോകുന്നു സർ. തരക്കേടില്ലാന്നല്ല, പടർന്ന് പന്തലിച്ചോണ്ടിരിക്കുകയാണ്. ഏടോ തന്റെ റെസ്റ്റോറന്റ് പോലെ തന്നെ. കല്യാണ പനിക്ക് വന്നേ. കൺഗ്രാജുലേഷൻസ്. ഇതങ്ങോട്ട് പിടിച്ചേ, ചെറിയൊരു ഗിഫ്റ്റ്. ഒരു മിനിറ്റ് കൊടുക്കാൻ വരട്ടെ. പിള്ളച്ച നമുക്ക് സംസാരിക്കാനുണ്ട്. അല്ല പിള്ളച്ചന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. എല്ലാവർക്കും എന്തോ പരുങ്ങലുണ്ടല്ലോ. വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം പുറത്തു പോയി ഷോപ്പിങ്ങിന് വേണ്ടി. അതിന്റെ ഒരു പരുങ്ങല. താൻ വാ. ആകെ എടാ എന്തൊക്കെ പറഞ്ഞാലും അല്ല നമുക്ക് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്താലോ? ഓ വേണ്ട വേണ്ട വേണ്ട, നീ ഇനി ട്രൈ ചെയ്താ വീട്ടിലുള്ളവരെല്ലാം ഇന്നത്തെ ദിവസം വാഷ്റൂമിൽ താമസിക്കേണ്ടി വരും. ഏതായാലും ഒരു ജ്യൂസ് അടിക്കാനൊക്കെ എനിക്കറിയാം. ഞാൻ പോയി പിള്ള സാറിന് ഒരു ജ്യൂസ് എടുക്കട്ടെ.